പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരിക്കലെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടോ? ഇത് വെറും ക്ഷീണമല്ല, അതിനു പിന്നിൽ ഒരു ആഴത്തിലുള്ള കാരണമുണ്ട്. കുടുംബ പ്രാർത്ഥന, പള്ളിയിലെ കുർബാന, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പോലും കണ്ണുകൾ അടയുന്നു, മനസ്സ് മറ്റെവിടെയോ പോകുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കും, എനിക്കെന്താണ് പറ്റിയത്? അതിൻ്റെ പിന്നിൽ ചില സാധാരണ കാരണങ്ങളുണ്ട്. ശരീരക്ഷീണം, വിശപ്പ്, മരുന്നുകളുടെ സ്വാധീനം. പക്ഷേ ഇവയേക്കാൾ വലിയ ഒരു കാരണമുണ്ട്. യേശു പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. എന്തുകൊണ്ട്? മനസ്സിലെ വിഷമം കാരണം. അതെന്താണ് പറയുന്നത്? നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മനസ്സിലെ ഭാരം. പ്രാർത്ഥനയിൽ പോലും നമ്മെ അത് തളർത്തുന്നു. അതിനെ എങ്ങനെ മാറ്റാം? പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലെ എല്ലാ ഭാരവും ദൈവത്തിന് കൊടുക്കൂ. വേഗത്തിൽ പ്രാർത്ഥിക്കരുത്. മനസ്സോടെ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ മനസ്സോടെ സംസാരിക്കൂ. കാരണം പ്രാർത്ഥന ഒരു കടമയല്ല, ഒരു ബന്ധനമാണ്. ഓർക്കൂ, ഉറക്കം പ്രശ്നമല്ല, ഹൃദയം അകന്നതാണ് പ്രശ്നം. ഹൃദയം ദൈവത്തോട് ചേർന്നാൽ പ്രാർത്ഥനയിൽ ഒരിക്കലും നീ ഉറങ്ങിപ്പോകില്ല. ആമേൻ.